ഗോവിന്ദ ഓംബ്ര ഓംബ്രേ ഓ തമ്പ്ര തേങ്ങ ഇടുന്ന കാര്യം എന്തായി? കേള് വന്ന് തേങ്ങ ഇട്ടിട്ട് പോയിരിക്കണു. ഓ മനുഷ്യന്മാരെല്ലാം എന്ത് മടിയന്മാരായിരിക്കുന്നു. ഇപ്പൊ തേള് കയറി തേങ്ങ ഇടുകയാണ്. തേളല്ല കുഞ്ഞിക്കേളു തേങ്ങ ഇട്ടു, അവൻ തിരിച്ചു പോയി കൂലിയും കൊടുത്തു. കേളു ആ അതെ രാത്രിക്കുട്ടി ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഇപ്പൊ രാത്രിക്കുട്ടി ചെറിയൊരു പരാതി പറഞ്ഞു. എന്താ? അവള് പുറം പണിക്ക് വന്നതാണല്ലോ. അപ്പൊ തമ്പുരാന്റെ നോട്ടം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ലെന്ന് പറഞ്ഞിട്ടല്ലേ നാം നോക്കുന്നത്. വൈദ്യർ എന്തോ പറഞ്ഞു? ദേഹം നോക്കണമെന്ന്. അത് കണ്ട പെണ്ണുങ്ങളെ ദേഹമല്ല നോക്കാനുള്ളത്, സ്വന്തം ദേഹം നോക്കണമെന്നാ പറഞ്ഞത്. അതാ അതെ അത് പറഞ്ഞപ്പോഴാ ഗോവിന്ദ ഗോവിന്ദന്റെ വേളി ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അതൊരു അരവലസ്യം ഉണ്ടായി തമ്പുരാനെ. എന്തുണ്ടായി? നമ്മുടെ കുടികെട്ടി കിടക്കുന്ന ചാത്തൂട്ടി ഇല്ലേ, ചാത്തൂട്ടി ഒരിക്കൽ വന്നതിനോട് സഹായം ചോദിച്ചു. എന്താ? അപ്പൊ എന്റെ അമ്മ ധ്യാന ശ്രീനിവാസനാണല്ലോ. ധ്യാൻ ശ്രീനിവാസനോ? ധ്യാന ധർമ്മിഷ്ഠയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും അമ്മയോട് പോയി ചോദിക്കുക, അമ്മ സാധിച്ചിരുന്നു പറഞ്ഞു. എന്നിട്ട് ചാത്തൂട്ടി നേരെ അമ്മേന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൻ ചോദിച്ചു എന്റെ വേളിയെ അവന് കൊടുക്കുമെന്ന്. അമ്മ അപ്പൊ തന്നെ എന്റെ വേളി എടുത്ത് അവന് കൊടുത്തു. എന്റെ വേളി ഇപ്പൊ ചാത്തൂട്ടിയുടെ കൊടിയില ബ്രാനെ. അയ്യോ ഇപ്പൊ ഞാൻ മറ്റൊരു വേളി കഴിച്ചാലോ എന്ന് ആലോചിക്കുക. അല്ല എന്തിനാ ഇങ്ങനെ ചാത്തൂട്ടിയെ സഹായിക്കണേ? ഞാനൊരു വേളി കഴിച്ചാലോ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. കൈയിരിക്കണ വടി തറയെ വീണ് കഴിഞ്ഞാൽ സർപ്പം പോലെ തറയക്കണം ഇടയുന്ന ആളാ വേളി കഴിക്കാൻ പോണത്. വേണ്ട അല്ലേ? അതെ തമ്പുരാനെ, തമ്പുരാൻ പള്ളി അത്താഴത്തിന് ഓർഡർ ചെയ്ത പാഴ്സൽ വന്നിട്ടുണ്ട് കേട്ടോ. പാഴ്സൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. എന്താ അത്? പൊറോട്ടയും ചിക്കൻ കറിയും. ഞാൻ ഫോൺ ചെയ്തപ്പോ അവരോട് പറഞ്ഞല്ലോ നോൺ വെജ് ആണെന്ന്. അവന്മാര് കേട്ടത് നോൺ വെജ് ആണെന്നാ. എന്താ കഥ? ഇതപ്പൊ പൊറോട്ട ഇറച്ചിയാണോ? ആന്ന്. പൊറോട്ട ഇറച്ചി എടുത്ത് വെളിയിൽ കളയുക, എന്നിട്ട് വെളിയിൽ പോയിരുന്ന് കഴിക്കാനല്ലേ. എന്നാ പിന്നെ അവിടെ വെച്ചേക്ക. എന്നാ പിന്നെ ആചാരം കഴിഞ്ഞിട്ട് കഴിക്കാം അല്ലേ? അത്താഴ പഷ്ണിക്കാരുണ്ടോ? അത്താഴ പഷ്ണിക്കാരുണ്ടോ? ഇതെന്തിനാ ഇങ്ങനെ മെല്ലെ പറയണേ, ഒച്ചത്തിൽ പറഞ്ഞൂടെ? എന്നിട്ട് വേണം പുറത്ത് നിൽക്കുന്ന കേട്ട് വന്ന് പൊറോട്ട ഇറച്ചി എടുത്ത് തിന്നാന്. ആചാരം ആചാരത്തിന്റെ വഴിക്കാകണമല്ലോ. അതെ. സമയം എത്രയായി കാണും? സമയം ഇപ്പൊ ഒരു 8:59 കാണും. നമുക്ക് കിട്ടിയില്ലെങ്കിലും കിട്ടേണ്ടവർക്ക് കിട്ടണേ. അടയ്ക്കാൻ സമയമായി. വല്ല മാർഗം ഉണ്ടോ പോയി എടുക്കാൻ? എടുക്കേണ്ടി വരും. വേണ്ട, എന്നെ പറ്റിക്കാനല്ലേ. തമ്പുരാനെ ഒരു സന്തോഷ വാർത്ത ഇടയ്ക്ക് ഉണ്ടായി. എന്താ? തമ്പുരാന്റെ പേരിൽ ഒരു ചലച്ചിത്രം ഇറങ്ങിയിരിക്കണെന്ന്. മോഹൻലാലും പൃഥ്വിരാജൊക്കെ അഭിനയിച്ചിരിക്കണേ. അത് തമ്പുരാനല്ല, എമ്പുരാൻ. കുറെ ആൾക്കാരത് പറയും ചെയ്ത് പടം കാണാൻ കേറലേ കേറലേ. അതെ, എന്നാ പിന്നെ നമുക്ക് പള്ളി അത്താഴം കഴിക്കാം. പടിപ്പുര അടച്ചേക്കുക. ഒരു പലകചാരി വെച്ചാണോ പടിപ്പുര? ആരും ഇല്ല ഇവിടെ. ആ പടിപ്പുര വീണ് ആരോ നിലവിളിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അല്ല ആരാ? കുറച്ച് ദൂരത്തുനിന്ന് വരുവാ. എന്തിനാ ഇത്രയും ദൂരെന്ന് വരുന്നേ? അടുത്തുനിന്ന് വന്നാ പോരാ, പെട്ടെന്ന് വരാൻ വരുന്നല്ലോ. അതെന്താ സംഭവം? എന്താ മനസ്സിലായില്ല? മനസ്സിലാവാന്നൊന്നുമില്ല. ഇത് കുഞ്ചു വരല്, ഇത് തള്ള വരല്. അതന്നെ ഗോവിന്ദ. അങ്ങനെയല്ല തമ്പുരാൻ പറഞ്ഞിരിക്കണത്, മനസ്സിലായില്ല എന്നാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയൊന്നുമില്ല. ഇത് എളുപ്പമാണ്. നാണ്ട് ഇങ്ങനെ ആക്കാൻ എളുപ്പമാണ്. ഇതാണ് പാട്, ഭയങ്കര പാടാണ്. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് അടിക്കാൻ. പണ്ടേ വേറെ ഐറ്റം കാണിക്കുമായിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഒരു ഡിസ്ക് കളിയ ഡാൻസേ. മനസ്സിലായില്ല. ഞാൻ ബോംബെന്ന് വന്ന ഉണ്ണി. ആണോ? ബോംബെ നിന്നാണോ ഉണ്ണി വരുന്നത്? അപ്പൊ ഈ ഉണ്ണി അവിടെ നിന്നായിരിക്കോ ഈ പുറത്ത് കാണുന്നത്? ഇത് ബോംബെന്ന് വന്ന ഉണ്ണിയല്ല, കുളിക്കാതെ വന്ന ഉണ്ണി. മാറ്റിയത്. അതെ, എന്താ ഇങ്ങോട്ട് ആഗമന ഉദ്ദേശം എന്നാ ചോദിച്ചത്. കാർത്തിയായനെ അറിയോ? അറിയും. 7:30 മണിയാകുമ്പം പൊടിയും പറത്തി പോകും. എന്തോന്ന്? പ്രൈവറ്റ് ബസ് അല്ലേ? അയ്യോ അതല്ല, പണ്ട് ഇവിടെ ജോലിക്കുണ്ടായിരുന്ന അടിച്ചെളിക്കാരി കാർത്തിയായനെ അറിയോ? പണ്ട് ഇവിടുന്ന് നാട് വിട്ടുപോയ ഉണ്ണി ബോംബെന്ന് തിരിച്ചു വന്നിരിക്കുന്നു. അയ്യോ തമ്പുരാൻ, എനിക്കൊരു സംശയം കേട്ടോ. ഈ നാട് വിടുന്ന ഏഭിമാരല്ല എന്തിനാ ഈ ബോംബെ കെട്ടിയെടുക്കണേ? അത് മനസ്സിലായില്ലേ? ഇല്ല. ബോംബെ എന്ന് പറയാൻ എളുപ്പമാ. അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുമ്പോ ബോംബെ എന്ന് പറഞ്ഞാൽ എളുപ്പമായില്ലേ? ഇനി സൈക്കന്ദ്രാബാദ് എന്നാണോ പറയണ്ടെങ്കിൽ തെറ്റിപ്പോയാലോ എന്ന് കരുതിയാണ്. എന്താ ചർച്ച? അതെ, എന്താണ് ആഗമന ഉദ്ദേശം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം പറയാൻ? കാർത്തിയായനി എന്ന് പറഞ്ഞ ഒരു വേലക്കാരി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവർക്കൂടെ അവകാശപ്പെട്ട സ്വത്താണിത്. 10 പൈസ ഞാൻ തരില്ല. 10 പൈസ തരില്ലെന്നോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിലേക്ക് എന്തിനാണ് വണ്ടി കയറിയെന്ന് അറിയാവോ? അവിടെ ചെന്ന സമയത്ത് ഒരുപാട് പട്ടിണി കിടന്നു. പട്ടിണി എടുത്തപ്പോ അവിടുത്തെ ഒരു ഡോൺ ഉണ്ടായിരുന്നു. ഡോൺ അറിയോ? ഇല്ല.
ഹാജി മസ്താൻ കേട്ടിട്ടുണ്ടോ? അറിയും, ഞാനത് തിന്നിട്ടുമുണ്ട്. ആ, ഇതെന്ത്? ഈ മാവിനകത്ത് മുട്ട ഒളിപ്പിച്ച് വെച്ചിട്ട് പൊരിച്ച് തിന്നുന്ന സാധനമല്ലേ? അയ്യോ അത് മുട്ട പപ്സ്. ഹാജി മസ്താൻ അവിടുത്തെ ഡോൺ. ആ ഡോൺ എന്നെ അവിടെ ദാദോ ആക്കി. എന്നെ അറിയാമോ? ഏതാടാ ഈ വാദ? ഏതോ ആറ്റുവാദ. ഹലോ, നിങ്ങൾ ഈ കാർത്തേനയുടെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങളും കാർത്തേനയുടെ ഒന്നും പറഞ്ഞില്ലല്ലോ. കാർത്തിയായനി എന്ന് പറയുന്നത് എന്റെ ഓപ്പോളാ. ആ, എന്റെ ഓപ്പോൾ കൂടി അവകാശപ്പെട്ട വസ്തുവല്ലേ ഇത്? ഓപ്പോളിന്റെ അനിയനാകുമ്പോ സബർജില്ലി ആയിരിക്കുമോ? അപ്പൊ 50 രൂപ നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യും. വലിച്ച് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവകാശം കിട്ടിയേ പറ്റുള്ളൂ. ഇവിടുന്ന് 10 പൈസ തരില്ല. പൈസ തരില്ല. ഈ ഇല്ലത്തെ കുറിച്ച് ശരിക്കറിയാൻ മേലാഞ്ഞിട്ടാണ്. എന്താണ് ഇല്ല? കുതിര സവാരി വരെ ഉണ്ടായിരുന്ന ഇല്ലമായിരുന്നു അല്ലേ? ആ, അത് വല്ല വീരത്തൊന്നുമില്ല. അവൾക്ക് പോയി 150 രൂപ എടുത്തു കഴിഞ്ഞാൽ ആർക്കും കുതിരപ്പുറത്ത് കയറിക്കൂടെ? ഞാൻ ഈ ഇല്ലം തിരിച്ചു പിടിച്ചിരിക്കും. തിരിച്ചു പിടിച്ചോ നീ നാറും. എങ്ങനെ? ഈ ഇല്ലത്തിന്റെ ബാത്റൂം പുറകുവശമാണ്. അപ്പൊ ഇത് തിരിച്ചു പിടിച്ചാ ബാത്റൂം ഫ്രണ്ടിൽ വരും. അപ്പൊ ഞാൻ ഈ കസേരയിട്ട് എവിടെ ഇരിക്കും? കക്കൂസിനകത്തിരിക്കും. ആ, ഏ? അല്ല, പുറത്ത് ഇരിക്കും. സുരേന്ദ്രൻ തമ്പുരാനെ, ഇതിന് മറുപടി നിങ്ങൾ കോടതി പറയേണ്ടി വരും. ഇത് സംഭവം സുരേന്ദ്രൻ തമ്പുരാൻ ആരാ? നിങ്ങളല്ലേ സുരേന്ദ്രൻ തമ്പുരാൻ? ഞാനോ? ഞാൻ സുരേന്ദ്രൻ തമ്പുരാനല്ല. പിന്നെ? ഞാൻ രവീന്ദ്രവർമ്മ തമ്പുരാൻ. രവീന്ദ്രവർമ്മ തമ്പുരാൻ. ആ. കാർത്തിയായനി അറിയാന്ന് പറഞ്ഞു. കാർത്തിയാനി ബസ് അറിയാവുന്നല്ലേ പറഞ്ഞ? നിങ്ങളല്ലേ അറിയാമെന്ന് പറഞ്ഞത് കാർത്തിയാനിയെ? അപ്പൊ സുരേന്ദ്രൻ തമ്പുരാന്റെ വീട് ഏതാണ്? സുരേന്ദ്രൻ വർമ്മ തമ്പുരാനാണോ? ആ. അത് ഈ പാടത്തിന് അപ്പുറത്താണ്. ആ ഇല്ലത്തിലെയാണ് സുരേന്ദ്രൻ വർമ്മ തമ്പുരാൻ. ഞാൻ രവീന്ദ്രവർമ്മ തമ്പുരാൻ. അപ്പൊ ഇനി അവിടെ പോയി ഒന്നേന്ന് കഥ തുടങ്ങണം. നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അമ്പലാനെ, ഇവിടെ പണ്ട് അടിച്ചുകളിക്ക് നിന്നിരുന്ന ഒരു ജാനുവിന് ഓർമ്മയുണ്ടോ? ഉണ്ട്, ആ ജാനുവിന് ജാരസന്ധി ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ ജാരസന്ധി വരുമെന്നുള്ള കാര്യം അറിയാമോ? അതാണ് ഇത്രയും നേരം ഞാൻ അവനോട് സംസാരിച്ചിരുന്നത്. ആ ജാരസന്ധി ആരാണെന്ന് അറിയാമോ? അറിയില്ല. ഞാനാ. ഞാൻ വിശ്വസിക്കില്ല. എവിടെന്നാ ബോംബെ എന്നൊരുത്തൻ പറഞ്ഞ കാര്യം ഇത്രയും നേരം നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ? പിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ വയ്യാത്തത് എന്താ? ഗോവിന്ദ, ഗോവിന്ദ, ആരും ഇല്ല ഇവിടെ. പറയും പോകാറുണ്ട്.